ആറാമതാണേ. നമ്മൾ 5 മണിയായപ്പോൾ എണീറ്റു. ഇന്നൊരു വ്യത്യാസമുണ്ട്, ഇന്ന് ട്രിപ്പൊന്നും അടിച്ചിട്ടില്ല. ട്രിപ്പ് അടിക്കാൻ നോക്കി ഇങ്ങനെ ഇരിക്കുവാണ്. പമ്പിൽ തന്നെ ഉണ്ട്, പമ്പിൽ തന്നെ ഇരിക്കുക, വെയിറ്റ് ചെയ്യുവാണ് ട്രിപ്പ് അടിക്കാനായിട്ട്. ട്രിപ്പ് അടിക്കാതെ ഇവിടെ നിന്ന് രാവിലെ ഇറങ്ങാൻ ശരിയല്ല, അതുകൊണ്ട് രാവിലെ ട്രിപ്പ് അടിക്കട്ടെ എന്ന് ഓർത്ത് ഇവിടെ തന്നെ കിടക്കുകയാണ്. ഒന്ന് കുളിച്ച് രാവിലെ പുറത്തുനിന്ന് ചായ കുടിക്കണം. ട്രിപ്പ് എടുത്തവർ ഇറങ്ങിയിട്ടാണ് ചായ കുടിക്കുന്നത് കേട്ടോ. ആദ്യത്തെ ട്രിപ്പ് കഴിഞ്ഞിട്ട് ചായ കുടിക്കുന്നുള്ളൂ. അതിന് നല്ല ചായ കുടിക്കുന്നിടത്തേക്ക് എത്തിയാൽ മതിയായിരുന്നു. ഭക്ഷണം രക്ഷയില്ല. അതിൻ്റെ ഇടയ്ക്ക് ഒരു ട്രിപ്പ് അടിച്ചു കേട്ടോ. വണ്ടി എടുക്കാൻ തുടങ്ങുകയാണ്. വൈപ്പറൊക്കെ ഓണായി കിടപ്പുണ്ട് കേട്ടോ. ഇന്നലെ ഞാൻ തൂത്ത് തുടച്ചായിരുന്നു, അന്നേരം അതൊക്കെ കിട്ടിയ പണിയത്. വണ്ടി എന്തായാലും സ്റ്റാർട്ടായ സമയത്ത് ഇതുപോലെ CNG അല്ലായിരിക്കും കേട്ടോ. CNG ആക്കി കൊടുക്കണം നമ്മൾ. ഇന്നലെ കുറച്ച് നേരം ഞാൻ പെട്രോളിൽ തന്നെ സ്റ്റാർട്ടിങ്ങിൽ ഇട്ടായിരുന്നു, അതുകൊണ്ടാണ് ഒരു തുള്ളലൊക്കെ വന്ന് വണ്ടി CNG ആയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഇന്നത്തെ ആദ്യത്തെ ട്രിപ്പ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ആദ്യത്തെ ട്രിപ്പ് എടുത്തിട്ട് വരാം, അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ്. നമ്മളിപ്പോൾ വന്ന ട്രിപ്പ് എൻഡ് ചെയ്തു കേട്ടോ. നമ്മൾ സ്കൈലൈനിലേക്കാണ് വന്നത്. 12B സ്കൈലൈൻ. അതിൽ ഓർക്കുന്നുണ്ടോ? 2 സൈഡ് ബെഡൊക്കെ പിടിച്ച് ഹരിശ്രീഷൻ ചാടിയ ഫ്ലാറ്റിൽ അവിടുത്തെ സ്കൈലൈനിലേക്കാണ് വന്നത്. പയ്യനായിരുന്നു, ഡ്രോപ്പ് ചെയ്തു. നല്ല റൈഡറായിരുന്നു കേട്ടോ, കുഴപ്പമില്ലായിരുന്നു. നമ്മളിവിടെ കൊണ്ട് വണ്ടി ഇങ്ങനെ ഒതുക്കിയിട്ടേക്കുവാണ്. വലിയ ആളും തിരക്കൊന്നും ഇല്ല, ആയി വരുന്നേ ഉള്ളൂ. എന്താ നമ്മൾ വണ്ടി ഒതുക്കിയിട്ടേക്കോ, അടുത്ത ട്രിപ്പ് കിട്ടും നോക്കി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് കിടക്കുകയാണ്. ഇന്ന് ട്രിപ്പ് ശോകമാണെന്ന് തോന്നുന്നു രാവിലെ. കാരണം നമ്മളങ്ങനെ കരുതുന്ന ദിവസം നമുക്കറിയാം ട്രിപ്പ് അത്യാവശ്യം ശോകമായിരിക്കും. ചില ദിവസം നമുക്ക് വണ്ടി എടുക്കുമ്പോൾ അതിനെ അറിയാം നല്ല ട്രിപ്പുള്ള ദിവസമൊക്കെ ആയിരിക്കും. അന്നേരം ഇന്നൊരു ആവറേജ് ട്രിപ്പൊക്കെ ഉള്ളതായിരിക്കും എന്ന് തോന്നുന്നു. കാരണം ഇല്ലെങ്കിൽ ഇതിൻ്റെ പുറകെ ട്രിപ്പുകൾ അടിക്കേണ്ടതാണ്. ഇന്നലത്തെ ഒരു അവസ്ഥയിലാണെങ്കിൽ പോലും അങ്ങനെ നമുക്ക് പുറകെ ട്രിപ്പുകൾ കിട്ടേണ്ടതാണ്. അപ്പം എന്നാൽ അങ്ങനെയൊന്നും എനക്കില്ലെന്ന് തോന്നുന്നു. പാട്ടൊക്കെ കേട്ടിങ്ങനെ ഇരിക്കുമായിരുന്നു കേട്ടോ. ഇതല്ല ഞാൻ കേട്ട പാട്ട്, വേറൊരു പാട്ടായിരുന്നു. നമുക്ക് സ്കൈലൈൻ്റെ അവിടെ നിന്നിട്ട് ട്രിപ്പും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതാണ് മഞ്ഞമ്മലാണ് നിൽക്കുന്നത്. ഇവിടെ എവിടെയെങ്കിലും കണ്ട വണ്ടി ഒതുക്കുക എന്നുള്ളതേ ഉള്ളൂ. രാവിലെ ഗ്ലാസ്സൊക്കെ മഞ്ഞ് പിടിക്കാൻ തുടങ്ങി വീണ്ടും. ഇത് ചെറിയ പോക്കറ്റ് റോഡാണോ. ഇവിടെ എവിടെയും കണ്ട വണ്ടി ഒതുക്കിയിടുക. ഇവിടുന്ന് ട്രിപ്പ് അടിക്കട്ടെ. ഗ്ലാസ്സൊക്കെ നന്നായിട്ട് മഞ്ഞ് പിടിക്കണം, അത് തൂക്കണം. ഷീറ്റിട്ടാൽ മതി. അകത്തുനിന്ന് പുറത്തുനിന്ന് തൂക്കുകയോടെ ചെയ്യാം, കാരണം കുറച്ച് ഡസ്റ്റ് ഉണ്ടായിരുന്നു. വണ്ടി ഇടാൻ ഇവിടെയൊക്കെ കുഴപ്പമില്ല. പിന്നെ ഇവിടെയൊക്കെ വീടുകൾ ഈ സൈഡിൽ കൂടെ ഉള്ളതുകൊണ്ട് പിന്നെ അവർക്കതൊരു ബുദ്ധിമുട്ടാകും. വഴിയും വീടും ഇത്ര അടുത്തല്ല. നമുക്ക് ഇവിടെയൊക്കെ വേണം വണ്ടി ഇടായിരുന്നു. എന്നാലും ഇവിടെയൊക്കെ വണ്ടി കൊണ്ട് വെക്കാം. മഞ്ഞുമലയിൽ നിന്ന് ചെറിയൊരു ട്രിപ്പ് എടുത്ത് നേരെ പോകുന്നത് വൈപ്പിനിലേക്കാട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു, നല്ല ട്രിപ്പായിരുന്നു. പുതുവൈപ്പിൻ അടിപൊളി ഒരു സ്ഥലമാട്ടോ, കാണിച്ചു തരാം. വണ്ടിക്കകത്തിരിക്കുമായിരുന്നു, ഇറങ്ങട്ടെ. ഇത് അതുകൊണ്ട് ചെറിയ കുളം പോലത്തെ ഒരു സംഭവമാണ്. കുളമല്ല കേട്ടോ, നമ്മുടെ നാട്ടിലെ ഇതൊക്കെ കുളം. ഇങ്ങോട്ട് വന്നാൽ ഇത് കുളമായിട്ടൊന്നും കണക്കാക്കാൻ പറ്റില്ല. ഇങ്ങനെ അങ്ങോട്ട് നീണ്ടു കിടക്കുവാണ്. ഇവിടെയൊക്കെ വരുമ്പം ഈ ഫോട്ടോഷൂട്ടൊക്കെ നടത്താനുള്ള ചെറിയ സംവിധാനമൊക്കെ ആട്ടോ ഇത്. ഇങ്ങനെ അങ്ങോട്ട് നീണ്ടു കിടക്കുവാണ്. സൈഡ് കണ്ടോ, മുഴുവൻ മറ്റേ ഒരു ടൈപ്പ് മരം, നമുക്കറിയാവുന്നൊരു മരം ഇത്. ആ സംഭവമാണ് ഇത്. ഇവിടെ കുറച്ച് സിനിമയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളതാണ്. രാവിലെ തന്നെ നല്ല തിരക്കുണ്ട് ഇവിടെ. ഇത് ശരിക്കും ടൂറിസ്റ്റ് പ്ലേസ് തന്നെയാണ് കേട്ടോ, നല്ല തിരക്കാണ്. നമുക്കിനി മെയിൻ സ്ഥലത്തേക്ക് പോകാം. കുറച്ചങ്ങോട്ട് നടക്കണം. ഇവിടെ ഇതുപോലെ ഓരോ ചെറിയ ചെറിയ സാധനങ്ങൾ കിട്ടുന്ന കടയൊക്കെ ഉണ്ട്.
അവിടെ ഒരു ചായക്കടയുണ്ട് അവിടെ ആയിട്ട്. ഞാൻ അവിടെ മുമ്പ് കയറിയിട്ടുള്ളതാണ്. ഇതെല്ലാം ഈ ഫോട്ടോഷൂട്ടിന് വരുന്നവരെ പ്രതീക്ഷിച്ചാട്ടോ. സ്പീഡ് നടക്കാൻ പറ്റില്ല. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ചെളിക്കകത്തേക്കാണ് ചാടിയത് രാവിലെ തന്നെ. ഇതാണ് പുതുവൈപ്പിൻ ബീച്ച് എന്ന് പറയുന്നത്. കൊച്ചിക്കാരെന്നെ കണ്ടിട്ട് തെറി വിളിക്കണ്ട കേട്ടോ ഈ വീഡിയോ കണ്ടിട്ട്. കാരണം എൻ്റെ ഇടുക്കിയിലുള്ള ഒത്തിരി ആളുകളൊന്നും ഇത് കണ്ടിട്ടുണ്ടാവില്ല. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ മെയിനായിട്ട് ഈ വീഡിയോ എടുക്കുന്നത്. ചെറായി ഒന്നും അതുപോലെ ഒന്നുമല്ല ബീച്ചല്ല കേട്ടോ. ഇത് നല്ല സമാധാനം, നല്ല ഒരു അന്തരീക്ഷമുള്ള ബീച്ചാണ്. ഇവിടെ എല്ലാം ഇങ്ങനെ ആളുകൾക്ക് ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. അങ്ങ് നീണ്ടു കിടക്കുവാണത് അങ്ങോട്ടത് അങ്ങോട്ട് പോകണില്ല. നമ്മൾ ട്രിപ്പിനിടയ്ക്കാണ്. ഇന്നത്തെ പരിപാടിയൊക്കെ ഇങ്ങനെയൊക്കെ ആവും. ഞായറാഴ്ച ആയതുകൊണ്ട് പിന്നെ ഈ സൈഡിലേക്ക് അതുപോലെ തന്നെ മരങ്ങളിങ്ങനെ അങ്ങ് നീണ്ടു കിടക്കുവാണ്. രാവിലെ ഇവിടെ വള്ളക്കാരുണ്ടായിരുന്നു കേട്ടോ. കുറേ മീനൊക്കെ ഉണ്ടായിരുന്നു ഞാൻ വന്ന സമയത്ത്. ഞാൻ വന്നിട്ടൊരു 5 മിനിറ്റായി ഉണ്ടോ. ഇവിടെ ഒരു വള്ളക്കാർ മീനൊക്കെ ആയിട്ട്. ഇപ്പോൾ ഇവരുടെ അടുത്ത് നിന്ന് വരുവാണെങ്കിൽ മീനൊക്കെ നമുക്ക് നല്ല കിട്ടുക്ക മീൻ കിട്ടും കേട്ടോ. നമ്മുടെ നാട്ടിൽ കിട്ടാത്ത, നമ്മൾ കണ്ടിട്ട് പോലും ഇല്ലാത്ത മീൻ കിട്ടും. കണ്ടില്ലേ, ഇതാണ് പുതുവൈപ്പിൻ ബീച്ച്. ഇതിൽ നന്നായിട്ട് തിരക്കാവും കുറച്ച് കഴിയുമ്പോഴത്തേക്കും. ഇപ്പോൾ സൺഡേയുടെ ആയതുകൊണ്ട് പറയണ്ടല്ലോ, അടിപൊളി തിരക്കാവും. കുട്ടികളൊക്കെ രാവിലെ കിടന്ന് തള്ളി മാറിക്ക് തരണം. നമുക്ക് പിന്നെ ഇങ്ങനെയുള്ള സ്ഥലത്ത് നേരത്തെ മുമ്പൊക്കെ ട്രിപ്പ് പോകുമായിരുന്നു. ട്രിപ്പ് പോകുമ്പോഴും നമ്മൾ ഇറങ്ങുമൊന്നുമില്ല, നമുക്ക് അതിനുള്ള സമയം കിട്ടാറില്ല. നമ്മളവിടെ ചെന്ന് എങ്ങനെയും തിരിച്ചു കയറി പോരാളവരോടെയാണ് നോക്കുള്ളൂ. ഒരണ്ണാച്ചി എന്തൊക്കെയോ അന്വേഷിച്ച് നടപ്പുണ്ട് ഇതിലൂടെ. അവൻ്റെ മുന്നിൽ ചെന്ന് ചാടി ചിലപ്പോൾ എനിക്കിട്ട് രാവിലെ തരും. അവൻ വിശന്ന് കഴിപ്പിലാണ് പോകുന്നത്. അവൻ്റെ മുഖം കണ്ടാൽ അറിയാം. നല്ല അടിപൊളി ഒരു ബീച്ചാട്ടോ ഇത്. ഞാൻ ഇതിന് 1-2 തവണ ഇവിടെ വന്നിട്ടുണ്ട്. അങ്ങ് ദൂരെ ഒരു വള്ളക്കാർ നിൽപ്പുണ്ട്. ഞാൻ അവരൊക്കെ കയറുമ്പോഴത്തേക്കും ഇവിടെ പിന്നെ മീൻ കൊണ്ടുവന്നാൽ അന്നേരം തീരും കേട്ടോ. ഈ വന്ന് നിൽക്കുന്ന ആളുകളൊക്കെ മേടിച്ചുകൊണ്ട് പോകും. അങ്ങ് ദൂരെ ഒരു വള്ളക്കാർ ഉണ്ട്. നമ്മുടെ ഈ ഫോൺ ഭയങ്കര ഷോക്കാണ് കേട്ടോ എറണാകുളത്ത് വന്നേ പിന്നെ. കാരണം നല്ല രീതിയിൽ ഇത് ഹാങ് ആകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് ശോകമാണ്. ഇനി നമ്മുടെ ആപ്ലിക്കേഷനും കാര്യങ്ങളെല്ലാം മറ്റേ ഫോണിലേക്ക്, വേറൊരു ഫോണുണ്ട് എനിക്ക്, അതിലേക്ക് മാറ്റേണ്ടി വരും. അതിലൂടെ കുറച്ച് കുട്ടികൾ ഓടി കിടക്കുന്നുണ്ട്. ഞാൻ ഇവരെ കൊണ്ട് കേട്ടോ വന്ന ട്രിപ്പ്. അവരെന്തോ ഇതുപോലെ എന്തോ ഒരു ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നതാണ്. അതുകൊണ്ട് ഒരു യെല്ലോ കളറ് കാണാമോ, ഞാൻ അവരെ കൊണ്ടാണ് വന്നത്. എന്തായാലും ഇനിയിപ്പം കുറച്ചേരം ഇവിടെ നിന്ന് കിടന്ന് നോക്കാം. കഴിഞ്ഞ വട്ടം വന്നിട്ട് എനിക്ക് ഇവിടെ നിന്നിട്ട് ട്രിപ്പൊന്നും കിട്ടിയില്ലായിരുന്നു. ഇത്തവണ എങ്ങനെയാണല്ലോ, ഞാൻ ഇവിടുന്ന് കഴിഞ്ഞ തവണ കാലിയാണ് പോയത്. ഇത്രയും രാവിലെ ആയതുകൊണ്ട് ഇന്നും ട്രിപ്പൊന്നും കിട്ടാൻ ചാൻസ് ഇല്ല. എന്തായാലും നമുക്ക് നോക്കാം. കുറച്ചേരം ഞാൻ എന്തായാലും ഇവിടെ ഉണ്ട്. അവിടെ പോയി ചായ കുടിക്കണം. അങ്ങനെയുള്ള ചെറിയ പ്രോഗ്രാംസ് ഉണ്ട്. ഇതാണ് പുതുവൈപ്പിൻ ബീച്ച്. ഓടി നമ്മൾ അമൃതയിലെത്തി കേട്ടോ. അമൃത ഹോസ്പിറ്റലിൻ്റെ റോഡിലാണ് കിടക്കുന്നത്. നമ്മൾ വൈറ്റിലേന്നൊരു ട്രിപ്പ് എടുത്ത് പോകുന്നതാണ്. വൈറ്റിലേന്നൊരു ട്രിപ്പ് എടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1.5 ട്രിപ്പായിരുന്നു. 10 മണിയായപ്പോൾ വൈറ്റിലേന്ന് ട്രിപ്പ് എടുത്ത് ഞാൻ പോകുന്നതാണ്. ഇവിടെ എത്തിയപ്പോൾ ഇപ്പം ഏകദേശം 11:30, 10 മണിക്ക് എടുത്ത് 11:30 കഴിഞ്ഞു കേട്ടോ. ഇപ്പം ലേഡി ആയിരുന്നു പുള്ളിക്കാരി. അവിടുന്ന് ബോധപ്പെടുന്നോട് പറഞ്ഞു എനിക്ക് അമ്പലത്തിൽ കയറണമെന്ന് പറഞ്ഞു. അമ്പലത്തിൽ ഒക്കെ നമ്മൾ കുഴപ്പമില്ല, അപ്പോൾ പോയിട്ട് പെട്ടെന്ന് വരുമെന്ന് ഓർത്ത് ഞാൻ അമ്പലത്തിൽ കയറ്റി, വണ്ടി ഇട്ടു, പാർക്കിങ്ങിലിട്ടു. അപ്പം ഞാൻ ഇപ്പോൾ താമസം ഉണ്ടാവില്ലല്ലോ അല്ലാതെ ഞാൻ ചോദിച്ചില്ല, അതെൻ്റെ ഭാഗത്ത് തെറ്റും. പുള്ളിക്കാരി ഒന്നും വേണ്ടിയില്ല, അങ്ങ് ഇറങ്ങിപ്പോയി. ഒരു അരമണിക്കൂർ അവിടെ. അത് കഴിഞ്ഞ് അവിടുന്ന് തിരിച്ചിറങ്ങി ATM കയറണം പറഞ്ഞു. ഒരു ATM കയറി. പിന്നെ അവിടുന്ന് കുറച്ചുകൂടെ പോന്നപ്പോഴത്തേക്കും ഫ്രൂട്ട്സ് മേടിച്ചു പറഞ്ഞു. ഫ്രൂട്ട്സ് മേടിച്ചു. അങ്ങനെ ഇപ്പോഴാണ് ഇവിടെ എത്തിയത്. ഇവിടെ എത്തിയപ്പോൾ ഇപ്പം നമ്മുടെ ഫ്രണ്ടിലൊരു വണ്ടി കിടപ്പുണ്ട്.
റിറ്റ്സ് കിടപ്പുണ്ട്, ഈ കിടക്കുന്ന ഒരു വണ്ടിയുണ്ട്, അതുപോലെ ഇവിടെ ഒരു വാഗനർ ഉണ്ടായിരുന്നു. ആ വാഗനറുകാരൻ ഇപ്പോൾ തിരിച്ച് പോയി കേട്ടോ. ട്രിപ്പ് കിട്ടില്ല എന്ന് തോന്നിയോണ്ടാന്ന് തോന്നുന്നു. പുള്ളി എന്തായാലും പോയി. ഇപ്പോൾ ഞാനും ഈ ചേട്ടനുണ്ട്. പിന്നെ അപ്പുറത്തെ ഹോസ്പിറ്റലിൽ അവിടെ കുറച്ച് വണ്ടികൾ കിടപ്പുണ്ട്. അതെല്ലാം സെഡാനാണ്. വേറെ വഴിയിലൊന്നുമില്ല, വേറെ അവിടെ മാത്രമേ ഉള്ളൂ വണ്ടി. അപ്പോൾ എന്തായാലും ഇനി ഇവിടുന്ന് ട്രിപ്പ് എടുത്ത് ഇവിടുന്ന് രക്ഷപ്പെടുക എന്നുള്ളതാണ് ടാസ്ക്. ഇവിടുന്ന് ഇപ്പോൾ എന്തെങ്കിലും കാണിച്ചത് രക്ഷപ്പെടണമെങ്കിൽ ഇച്ചിരി സമയം എടുക്കും. ഭക്ഷണമൊന്നും കഴിച്ചില്ല. ഇവിടെ ഇന്ന് കടകളൊന്നുമില്ല. സാധാരണ ഇത് ഈ കാണുന്നിടത്തൊക്കെ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ കാണുന്ന, ഇവിടെയും ഈ കാണുന്ന ഭാഗത്തും അല്ലെങ്കിൽ ഇതിൻ്റെ ബാക്കിലേക്കെല്ലാം വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ ട്രിപ്പ് അടിച്ചത്. നമുക്ക് ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഒരു ഫോണുകൂടെ വേണ്ടത്. കാരണം ഒരു ഫോണില്ലാതെ കളികൾ മുന്നോട്ട് പോകുമല്ലോ. ഇതൊന്നാമത് ഹീറ്റിംഗ് ആണ്. ഈ ആപ്ലിക്കേഷൻ ഇടയ്ക്കരുത്. പിന്നെ അതിനകത്ത് ക്യാമറ ഓണാക്കാൻ പറ്റില്ല. അതാ ഈ ലാഗ് ആകുന്നത്. ഇങ്ങനെ കൈ ഇങ്ങനെ ആട്ടിവിടെ പയ്യെ ഇങ്ങനെ പോകുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. ഇവിടുന്ന് എങ്ങോട്ടാ നോക്കില്ല, ചാടി ഇങ്ങ് എടുത്തു. നേരെ പോയി ആളെ പൊക്കിയിട്ട് കൊണ്ടുവിട്ടിട്ട് കാണാം. ഹോസ്പിറ്റലിൽ നിന്ന് ട്രിപ്പ് എടുത്ത് നേരെ ആലുവയ്ക്കാണ് വന്നത്. ഇപ്പോൾ ആലുവ പോസ്റ്റ് അടിച്ച് കിടക്കുക. ആലുവ പിന്നെ ഈ പഴക്കച്ചവടമൊക്കെ ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് സ്ഥലം ഉണ്ടായിരുന്നുകൊണ്ട് അവിടെ നിർത്തി. അല്ലെങ്കിൽ ചെറിയൊരു സ്ഥലമുണ്ട്, നിർത്തി ഓറഞ്ചൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ നിന്ന് ഇച്ചിരി ഓറഞ്ച് മേടിച്ചു. അപ്പോൾ അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക. ഭക്ഷണം കഴിച്ചില്ല. ഇനി ഭക്ഷണം കഴിക്കണം. എവിടുന്നെങ്കിലും ചോറ് മേടിക്കണം. ചോറ് മേടിച്ച് ഇനിയിപ്പോൾ ചോറ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സമയം 2 മണിയൊക്കെ ആയിട്ടുണ്ട്. എന്തെങ്കിലും കഴിക്കണം. ചോറൊന്നുമില്ല, എന്തെങ്കിലും കഴിച്ചാൽ മതി. ഞാനൊരു ഹോട്ടലാണ് തപ്പിക്കൊണ്ടിരിക്കുന്നത്. കിട്ടുമോ എന്നുള്ള കാര്യം അറിയത്തില്ല. ചോറ് ഗായ്സ് ഞാൻ വീണ്ടും എത്തിയിട്ടുണ്ട്. കഴിച്ചില്ല. ഇത് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഭക്ഷണം കഴിച്ചില്ല. ഭക്ഷണം ഇനിയിപ്പോൾ കിട്ടില്ല. 1-2 ഹോട്ടലിൽ കയറി ചോദിച്ചു, സാധനം ഇല്ല. സാധനം തിന്നു, സാധനം തീർന്നു. ഇനിയിപ്പോൾ ഈ ഓറഞ്ച് കൂട്ടി കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. നല്ലതായിട്ട് വിശക്കുന്നുണ്ട്. വിശപ്പ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കരമായിട്ട് ഉറക്കവും വരും. 2-3 ഇറങ്ങി മുഖമൊക്കെ കഴുകി ഇരിക്കുക. ഇനിയിപ്പം ഇത് കഴിച്ച് വൈകുന്നേരം ഒറ്റ പിടുത്തം പിടിക്കുന്നുണ്ട്. എന്തായാലും കിട്ടിയില്ല, എന്ത് കിട്ടിയാലും കഴിക്കും. ആ രീതിയിലായിരിക്കുന്നത്. ഇപ്പം ഞാൻ KSRTC ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ ആട്ടോ നിൽക്കുന്നത്. അവിടെയൊക്കെയായിരുന്നു ഡ്രോപ്പ് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് അവിടെ വണ്ടി ഇവിടെ ഒതുക്കിയിട്ടേക്കുക. രാവിലെ കണ്ട പോലത്തെ സ്കൈലൈൻ എന്ന് പറഞ്ഞ ഫ്ലാറ്റിൻ്റെ ഫ്രണ്ടിൽ ഞാനുണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടൊരു ട്രിപ്പോടെ കിട്ടുമായിരുന്നെങ്കിൽ നൈസായിരുന്നു. ഞാൻ എപ്പോൾ വീഡിയോ എടുത്താലും അന്നേരം ഒരു ട്രിപ്പ് അടിക്കും. അതുകൊണ്ടാട്ടോ ഇപ്പോൾ ഈ ഒരു ഷോട്ട് എടുക്കുന്നത്. പകൽ കൂടെ അങ്ങനെയായിരുന്നു. എപ്പോൾ വീഡിയോ എടുത്താൽ അപ്പോൾ ട്രിപ്പ് അടിക്കുമായിരുന്നു. ഒന്നെങ്കിൽ ട്രിപ്പ് അടിക്കട്ടെ, എൻ്റെ വീഡിയോ എടുക്കുക നടക്കട്ടെ. ട്രിപ്പ് അടിച്ചാൽ വീഡിയോ എടുക്കുക ഓളമാകും. എന്തായാലും ആട്ടെ, നോക്കാം. കേട്ടോ നിൽക്കുന്നത്. കാക്കനാട് വണ്ടി നിർത്തി ഫുഡ് വാങ്ങുമായിരുന്നു. ഫുഡ് മേടിച്ച് വണ്ടിക്കകത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഈ കാറിൻ്റെ തൊട്ടപ്പുറത്തുള്ളൊരു കടയിൽ നിന്നാണ് മേടിച്ചത്. നല്ല തിരക്കായി. ഇനിയിപ്പോൾ നേരത്തെ കയറുക, വേറെ ഒന്നുമല്ല, നല്ല ക്ഷീണമുണ്ട്. 8:45-9 മണി അടുത്തായിട്ടുള്ളൂ. എന്തായാലും കയറാൻ പോവാം. ഭയങ്കര ക്ഷീണമാണ്. അപ്പം ഇനിയിപ്പോൾ നാളെ രാവിലെ തിങ്കളാഴ്ചയില്ല. അപ്പോൾ നാളെ അത്യാവശ്യം ഓട്ടോ ഉള്ള ദിവസമാണ്. ഞാൻ ഇവിടെ നിന്നുകൊണ്ടിരുന്ന സമയത്ത് നല്ല ഓട്ടോ ഉള്ള ദിവസമായിരുന്നു. ഞായറാഴ്ച തിങ്കളാഴ്ചയൊക്കെ ഒന്നും കുഴപ്പമില്ലായിരുന്നു. ഇനിയിപ്പം നാളെ ഇച്ചിരി നേരത്തെ കൊണ്ട് എഴുന്നേക്കണം. ഇന്ന് എഴുന്നേറ്റ് ഇച്ചിരി താമസിച്ചു, 1/2 മണിക്കൂർ താമസിച്ചു എണീറ്റത്. സാധാരണ 5 മണിയാകുമ്പോൾ ഇറങ്ങുന്നല്ലേ. ഇന്ന് 5 മണിയായപ്പോൾ ഇറങ്ങാൻ പറ്റിയില്ല. 5:30 ഇറങ്ങിയപ്പോൾ. അപ്പം ഇനിയിപ്പോൾ ഫുഡ് അടിക്കണം, ഒന്ന് കുളിക്കണം, കിടക്കണം. ഇത്രയുള്ള പ്രോഗ്രാം. അപ്പം എന്തായാലും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വീണ്ടും കാണാം.